ഓം നമോ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താണ് ഈ നാരായണൻ? നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം നാരം എന്നുള്ളത് ആദ്യം എടുക്കണം. നാരം എന്താ നാരം? നാരം എന്ന വാക്കിന്റെ ആദ്യത്തെ ഒരർത്ഥം ജലമെന്നാണ്. ജലം. നാര അയനൻ, ജലത്തിൽ അയനം ചെയ്യുന്നവൻ, അപ്പൊ വെള്ളത്തിൽ കിടക്കുന്നവൻ. ആ ജലം എന്ന വാക്കിന്റെ അർത്ഥം എടുത്താൽ അങ്ങനെ കൂട്ടാം. ഇതിന് രണ്ടാമതൊരർത്ഥം കൂടി ഉണ്ട്. നാരം, അതിന്റെ അർത്ഥം ജ്ഞാനമെന്നാണ്. അങ്ങനെയെങ്കിൽ വെള്ളത്തിൽ അയനം ചെയ്യുന്നവൻ എന്ന് അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ജ്ഞാനത്തിൽ അയനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപൻ. അതാണ് ചന്ദ്രശ്ലോകി പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനം പരമഗുഹ്യം മേ വിജ്ഞാന സമന്വിതം സരഹസ്യം തദങ്കച ഗൃഹാണ ഗതിതം മയ. ഇത് വളരെ ഗുഹ്യമാണ്, വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ രണ്ടർത്ഥമായി. അങ്ങനെയാണ് ജലത്തിൽ അയനം ചെയ്യുന്നവൻ. അതുകൊണ്ട് നാരായണൻ എന്ന് വിളിക്കുന്നു. ഇത് ഭഗവാനെ കാണിച്ചു തരുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? 5 ഭൂതങ്ങളെ കൊണ്ടാണ് നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ബയോളജി പഠിച്ചവർ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന ആളുകൾ അനാട്ടമിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ? വെള്ളം. എത്ര ശതമാനമാണെന്നറിയാമോ? നിങ്ങളുടെയും എന്റെയും ശരീരത്തിൽ 72% വെള്ളമാണ്, 12% ഭൂമിയാണ്. എത്രയായി? 84. 6% വായുവാണ്, 90. 6% ആകാശമാണ്, 96. 4% അഗ്നിയാണ്, 100. ഇതാണ് ചരാചരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കണക്കിലാണ്. അപ്പൊ നിങ്ങളുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. 5 ഭൂതം. ഭൂതങ്ങൾ ഏതൊക്കെയാണ്? ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. ഇതിനെ 72, 12, 6, 6, 4 എന്ന റേഷ്യോ കൂട്ടിച്ചേർത്താണ് നമ്മളെ എല്ലാം ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്.